ആശാനെ ഈ താക്കോൽ പൂട്ട് തുറക്കുന്ന വിദ്യ ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? നീ എത്ര പേര് സ്കൂളിൽ പോയിനി? 3-ാം ക്ലാസ്സാ. ആദ്യം SSLC പാസ്സായിട്ട് വാ. 3-ാം ക്ലാസ് പഠിച്ചിട്ട് പൂട്ട് തുറക്കാൻ പഠിപ്പിക്കും. SSLC പഠിച്ചാൽ മാത്രമേ പൂട്ട് തുറക്കാൻ പഠിപ്പിച്ചു തരൂ. 3-ാം ക്ലാസ്സും കൊണ്ട് വന്നി. ആശാനെ പൂട്ട് തുറക്കണേന് SSLC പാസ്സാണോ? വേണം. ഇപ്പൊ എല്ലാരും ഓരോ പരിപാടിക്ക് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ലേ? അതുപോലെ നമ്മൾ കള്ളന്മാർക്കും ഉണ്ട് ക്വാളിഫിക്കേഷൻ. അതായത് SSLC പാസ്സായ മാത്രമേ മോഷണത്തിന് ഇറങ്ങാവൂ. മനസ്സിലായല്ലോ? നീ ആദ്യം പോയിട്ട് SSLC പരീക്ഷ എഴുതി പാസ്സായിട്ട് വാ. അന്നിനാ നിന്നെ പഠിപ്പിക്ക ഈ വിദ്യ. ആശാനെ ഞാൻ പോകുന്നവർക്ക് ഒരു വലിയൊരു വീട്ടില് പോയിട്ട് 4 കിലോ വരുന്നുണ്ട്. പോയിട്ട് 4 കിലോ തരുന്ന പൂവനാ? ആ വീട്ടുകാരെല്ലാം കല്യാണത്തിന് പോയതാ. നമുക്ക് പോയാലോ? പോവാ. പക്ഷെങ്കില് അവിടെ ക്യാമറ ഉണ്ടാ? ക്യാമറ കോഴിക്കോടുള്ള ഭാഗത്തില്ല. ഉറപ്പാ? 4 കിലോ ഉണ്ടെന്ന് ഉറപ്പന്നെയല്ലേ? ഉറപ്പാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം തന്നെ പോവാ. എന്നാല് ആയിക്കോട്ടെ. ഇനി ആടി എത്തിയിട്ട് 4 കിലോ ഇല്ലാതെ 1/2 കിലോയിലെ കോഴി അങ്ങറ്റാന്നുണ്ടല്ലോ, എന്റെ മുട്ടുകാലപ്പാട് ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കും. ഉറപ്പല്ലേ? എന്നാ വാ, നമുക്ക് ആ പരിപാടി നോക്കാം ആദ്യം. ഡോവർമ നായിനെ നടക്കുന്ന വീട്ടിലാണ് ഞാൻ കോയിനെ പിടിപ്പിക്കാൻ പറഞ്ഞേച്ചിന്. ആശാനെ ഞാൻ അവിടെ പോയപ്പോ നായില്ലായിരുന്നു. നായി ഉറക്കറ്റായിരിക്കും. ഉറക്ക് അതങ്ങാട്ട് എന്നെ കടിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ ഇന്റെ ഒരു കോയി. ഓ വന്നാട്ടെ. ആശാനെ ഇത് കണ്ടോ? നമുക്ക് ജിമ്മിൽ പോയാലോ? ബോഡി വിത്ത് മസിൽസ്. കൊള്ളാലോ. നല്ല രസം. നമുക്ക് പോയിട്ട് പഠിച്ചൂടെ? ജിമ്മാ? മാസാമാസം ഫീസിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കോടാടാ. ആശാനെ പഠിച്ചു കഴിഞ്ഞാൽ മസില് വരും. മസിൽ വരും. ഫീസ് എന്നേരം എന്താ ചെയ്യാ? നമുക്ക് രാത്രി അടിച്ചു മാറ്റിയാലോ? രാത്രിയില് ജിമ്മിന്റെ സ്ഥലത്ത് പോയിട്ട് ആ സാധനം അടിച്ചു മാറ്റാൻ എനിക്ക് ജിമ്മന്മാരെ അടിയറിയാവാ. എന്റെ അമ്മോ, എടാ കിടന്നിടത്ത് പിന്നെ എണീക്കലുണ്ടാവൂല. നിന്റെ ഓരോ ഐഡിയ അവര് കാണാതെ അടിച്ചു മാറ്റണേ. വേണ്ടടാ, നിനക്കിപ്പൊ മസിൽ വരണോന്നല്ലോ. നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ സംഭവം ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. വരുവോ? ഇങ്ങനെ വരുവോ? വരൂ. പിന്നോ ഇത്ര വരെ വരൂ. പക്ഷെങ്കിലേ ഒരു കുഴപ്പമുണ്ട്. എന്താ സാധനം? മുട്ട തിന്നാണോ? അതെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ കല്ലെല്ലാം ഉണ്ടല്ലോ ഇവിടെ, ഞാൻ ഇതിന്റെ സെറ്റപ്പ് ആക്കാം. നീ എന്നാ ഒരു കാര്യം ചെയ്യാം, ആ പീടിയെ പോയിട്ട് കുറച്ച് മുട്ട മേടിച്ചിട്ട് വാ. നമുക്ക് അതിന്റെ വെള്ളം നല്ലോണം തിന്നാ. മുട്ട മേടിച്ചിട്ട് വരണോ? മുങ്ങറ് ഇല്ലല്ലോ. കൈ കാലിൽ വിളിക്കേ. അയ്യാ വാസോ, ആശാനെ ബഹുമാനക്കുറവല്ല, നടുമുളുക്കി പോയി എക്സസൈസ് ചെയ്യുമ്പോൾ, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കല്ലേ.
നീ പഴയ തരികളെ പരിപാടിയായിട്ടുണ്ടാ അനങ്ങാണ്ട് പഴയടുത്ത് ജീവിച്ചോളുവാ. നീ കടന്നുപോയി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് രണ്ട് തന്നേനെ. ഞാൻ ഇന്നെ പിന്നെ എടുത്തോളാം. കാലമാട് ആളെ അടിക്കുന്ന ഗുണ്ടയാന്ന് ഓനാവില്ല മഹാനായി നടക്കുന്നു. കാലം മാറ എത്ര എണ്ണത്തിന് ആളെ കൊണ്ടുപോകുന്നുണ്ട് ഡെയിലി. കുഴഞ്ഞു വീണിട്ടോ വണ്ടി അടിച്ചിട്ടല്ലോ. ഈ കുരിപ്പിനെ മാത്രം ആരും കാണുന്നില്ല. എപ്പോൾ നോക്കിയാലും എനിക്കിട്ട് തരാനേ അവന് സമയമുണ്ടോ ദുഷ്ട കാണിച്ചേ. ആശാനെ ഇതേതാ അടവ്? അടവല്ലടാ, നടു വിളിക്കതാടാ. ആശാന്റെ നടുവും പോയി എന്റെ മുട്ടയും പോയി. അയ്യോ, നീ എന്നെ പിടിച്ച് അടിയിപ്പിക്കടാ. അയ്യോ ഇതെങ്ങനെയാ മുട്ട എങ്ങനെയാടോ ഓട്ടിയേ? അത് നമ്മളെ ഗുണ്ട മത്തായിയാ? മത്തായി അന്നയും പരട്ടീനെ. മത്തായിക്കിട്ട് ഒരു പണി കൊടുക്കണം. ആശാൻ ഇത് ഞാൻ എന്താ വേണ്ടി? അത് നീ എന്തെങ്കിലും ചെയ്തടാ. ഓംപ്ലേറ്റ് വെച്ചില്ല? ഓംപ്ലേറ്റാ എന്ത് വേണം കഴിച്ചോ. ഇന്ന് എക്സസൈസ് ഒന്നും ഇന്ന് നടക്കൂല. ഇന്ന് നമുക്കൊരു മോഷണമുണ്ട്. നീ ഒരു കാര്യം ചെയ്, നീ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വാ. ഓടെന്നാല്. അയ്യോ നടുമൊത്തം പഞ്ചറായി. ഈ കൊട്ടൻ ചുക്കാതിയിലോട്ട് തടകേണ്ടി വരും. വൈകുന്നേരത്തേക്ക് ക്ലിയർ ആയി കിട്ടുവാ. നടുവേ പണി തരല്ലേ. കൊട്ടൻ ചുക്കാതിയോ മുറിവെണ്ണ് എല്ലാം നിനക്ക് ഞാൻ തരാം. നീ ഒന്ന് ഉണരേ. ഉണർന്ന് പ്രവർത്തിക്ക്. ആശാന് നീയുടെ കല്യാണത്തിന് വന്നേ കാറ്റാ. ഒരു പൊട്ടിന്റെ കുറവും കൂടിയേ ഇല്ലു. പോയിട്ട് കള്ളന്മാർക്ക് പറ്റി ഡ്രസ് ഇട്ടിട്ട് വാടാടുന്ന്. ഓൻ്റെ ഒരു ഇസ്തിരിയിട്ട ഷർട്ടും. ഇവൻ എത്ര കാലമായി എന്റെ പേരം നിൽക്കുന്നു. ഇന്നേ വരെയായിട്ട് മോഷണത്തിന്റെ ഒരു രീതി അറിയാതവൻ പിന്നെ മാറ്റിയിട്ട് ആ മത്തായിനെ എങ്ങാറ്റം കൂട്ടിയാ വയ്യേ. വലിയ മത്തായി ആയിട്ട് പണങ്ങണ്ടേ. ആഹാ, ഇതാണ് സൂപ്പർ. വാ. താൻ പാതി ദൈവം പാതി നാമല്ലോ. നമ്മളെ പാതി നമ്മൾ ചെയ്യാം, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. മനസ്സിലായല്ലോ? ശരി, കൈ നീട്ടിക്കോ. ആശാനെ വെളിച്ചെണ്ണ അതറിയില്ല. ഇത് ദോശ ചൂടാ. എടോ, ഇത് നമ്മൾ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ഒഴിക്കുക. ആ, ഇനി രണ്ട് കൈക്കും പരട്ടിക്കോ. നന്നായിട്ട് പരട്ടോ. ഒന്നിട പിടിച്ചേ, ഒന്ന് വലിച്ചേ. ഇപ്പൊ തിരിഞ്ഞാ? എന്താ തിരിഞ്ഞേ? പിടിച്ചാൻ കിട്ടൂല. നമ്മളെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാല് കിട്ടൂല, നമ്മളെ കിട്ടൂല. അതിന് വേണ്ടിയ തേക്ക് കേട്ടാ. ദോശ മാത്രം തിന്നാ പോരാ. വാ. ഇത് കണ്ട, ഇവിടെ ക്രോണിക്കൽ ബാച്ചിലർമാർ മാത്രം താമസിക്കുന്ന സ്ഥലമായത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അടി ഏത് നിമിഷം വരും കേട്ടാ. നല്ല പൈസ ഉണ്ടാവും.
നല്ല കൊത്തട മീന്, കൊത്തട മീന്, നല്ല കൊത്തട മീന്. പാവം കിടന്നു അതിനിട്ട് കൊടുക്കാം. അങ്ങിപ്പോൾ എത്ര ദിവസമായി പൈസ ആവശ്യം നടന്ന് എടുത്ത് തന്ന ആയിക്കള്. ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്തെ റൂമിൽ പോയിട്ട് ആടെ അളമാരിൻ്റെ എവിടെയെങ്കിലും തട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും താക്കോലുണ്ടാവും, ഞാൻ പടുത്തെടുക്ക്, ഞാൻ അപ്പുറത്തേക്ക് റൂമൊക്കെ ഇരിക്കും. വിട്ടോ വിട്ടോ. ഫ്രിഡ്ജിന്റെ മുകളിൽ ഇല്ല ഇല്ല.